കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. യുണൈറ്റഡിന്റെ കുറച്ച് ട്രാൻസ്ഫർ കഥകൾ പറയാമെന്ന് വിചാരിക്കുന്നു. ചെകുത്താന്മാർ രണ്ട് കൽപ്പിച്ച് തന്നെയാണ് ഇപ്രാവശ്യത്തെ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയെ നോക്കി കാണുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ സീസണിൽ വളരെയധികം അവരുടെ ക്ലബ് ഹിസ്റ്ററി തന്നെ വളരെയധികം ശോകരമായ ഒരു സീസണിലൂടെയാണ് കടന്നുപോയത്. 15ാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്തത്. യൂറോപ്യൻ കോമ്പറ്റീഷനിൽ ഒന്നുപോലും അവരുടെ പേരില്ല. അവസാനത്തെ ഒരു കച്ചി തുരുമ്പായിരുന്നു യൂറോപ്പ ലീഗ് വിജയിച്ച് ആ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു സ്ഥാനം ഭദ്രമാക്കാൻ എന്നുള്ളത്. പക്ഷെ അവിടെയും സ്പേഴ്സിനോട് 1-0 തോൽക്കാനായിരുന്നു അവർക്ക് വിധി. അപ്പൊ അതിനൊക്കെ പരിഹാരമായി അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്വാഡിനെ തന്നെ ബിൽഡപ്പ് ചെയ്യാനാണ് അവർ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലൂടെ നോക്കുന്നത്. ഒരു പ്ലെയേഴ്സിനെ ഒഫീഷ്യലായിട്ട് തന്നെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. വോൾസിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം മാത്യൂസ് ക്യൂനിയനെ 62.5 മില്യൺ യൂറോയിന് ഒരു 5 വർഷത്തെ കരാറിനാണ് അവർ സൈൻ ചെയ്തത്. ഒരു 3 വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് രീതിക്കാണ് ഒരു പേയ്മെന്റ് വരുന്നത്. പറയാമെങ്കിൽ ഒരു 10ാം നമ്പർ റോളിലേക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കലായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു താരമാണ്. ഒരു സെന്റർ ഫോർവേഡൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് മാത്യൂസ് ക്യൂന. അതുപോലെ തന്നെ നിറയെ പേരുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ കേൾക്കുന്നത്. അതിലൊരു താരമാണ് ബ്രെൻഡർഫോർഡിന്റെ കാമറൂൺ ഇന്റർനാഷണൽ ബ്രയാൻ എംബൂമോ. 25 വയസ്സുള്ള ഒരു സൂപ്പർ താരമാണ്, ഒരു സൂപ്പർ ജെം എന്ന് വേണം പറയാൻ. കാരണം ബ്രെൻഡർഫോർഡിന് വേണ്ടി ഈ സീസണിൽ 20 ഗോളുകളും 7 അസിസ്റ്റുകളും അദ്ദേഹം നേടി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരു കുഞ്ഞിന് പോലും ഈ സീസണിൽ ആ ഒരു നേട്ടം നേടാൻ സാധിച്ചിട്ടില്ല. പറയാമെങ്കിൽ ഒരു 50 മില്യൺ യൂറോന്റെ ആ ഒരു പാക്കേജാണ് അദ്ദേഹത്തിന് വരുന്നത്. അദ്ദേഹത്തിന് സമ്മതമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് സമ്മതമാണെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ആർസണലും ന്യൂകാസ്റ്റൽ യുണൈറ്റഡും അതുപോലെ തന്നെ സ്പേഴ്സും ഒക്കെ സമീപിച്ച ഒരു താരമാണ്. പക്ഷെ അവരൊക്കെ നിരസിച്ചുകൊണ്ടാണ് ആ മാഞ്ചസ്റ്ററിന്റെ ആ ഒരു ബാഡ്ജിനെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അതിനുള്ള ഒരു സ്നേഹം തന്നെയായിരിക്കും അദ്ദേഹത്തിന് നേരത്തെയുള്ള ആഗ്രഹമായിരിക്കാം യുണൈറ്റഡ് പോലത്തെ ഒരു ബിഗ് ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ളത്. യുണൈറ്റഡ് ആണെങ്കിൽ അടുത്ത സീസണിൽ യൂറോപ്യൻ കോമ്പറ്റീഷൻ പോലും ഇല്ല എങ്കിൽ പോലും അദ്ദേഹം യുണൈറ്റഡിനാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒഫീഷ്യലായിട്ട് മാത്രം ആ ഒരു ബിഡ് സമർപ്പിച്ചാൽ മാത്രം മതി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. കാമറൂൺ ഇന്റർനാഷണൽ ആണ്, ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത്. ട്രോയ്സ് നിന്നാണ് അദ്ദേഹം ബ്രെൻഡർഫോർഡിലേക്ക് 2018 വരുന്നത്. അപ്പം ഫ്രാൻസിന്റെ അണ്ടർ-19, അണ്ടർ-21, അണ്ടർ-17 ആ ഒരു യൂത്ത് ടീമിലേക്ക് കളിച്ചിട്ടുള്ള താരമാണ്. പക്ഷെ സീനിയർ ടീമിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കാമറൂൺ ടീമിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ ഇനിയിപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമീപിച്ചാൽ മാത്രം മതി, ബ്രെൻഡർഫോർഡിനെ സമീപിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ കുറെ പ്ലേയേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിലൂടെ വിറ്റഴിക്കാൻ നോക്കിയാണ്, അതിലൂടെ കുറച്ച് വരുമാനം കണ്ടെത്തുവാൻ. കാരണം ഈ സീസൺ അറിയാം, ഫിനാൻഷ്യലായിട്ടും അവർ വളരെയധികം സ്ട്രഗിലൂടെയാണ് കടന്നു പോകുന്നത്. സാൻജോ ഇപ്പം ചെൽസി നിരസിച്ചിരിക്കുകയാണ്. സാൻജോനെ 5 മില്യൺ അങ്ങോട്ട് തന്നാണ് ഇപ്പം ചെൽസി നിരസിച്ചിട്ടുള്ളത്. അപ്പൊ സാൻജോനെ സെയിൽ ചെയ്യാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നത്. അതുപോലെ തന്നെ ഗർനാച്ചോ, ഹോയ്ലൻഡ്, ആന്റണി, റാഷ്ഫോർഡ്, ജോൺ എയ്വൻസ്, ലിൻഡലോഫ് ഇതുപോലത്തെ താരങ്ങളൊക്കെ ഈ സീസണോടെ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിറ്റഴിക്കാൻ പോവുകയാണ്. അപ്പൊ അതിലൂടെ കുറച്ച് ധനം സമാഹരിക്കാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നത്, പുതിയ താരങ്ങളെ സൈൻ ചെയ്യുവാൻ വേണ്ടി. ഇപ്പൊ തന്നെ എംബോമയ്ക്ക് എന്തായാലും ഒരു 50 മില്യൺ അറൗണ്ട് യൂറോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു രീതിക്ക് മിഡ്ഫീൽഡ് റോളിന് ഒരു താരത്തിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യണം. കാരണം എന്തായാലും ഇപ്പം എംബോമ ആയിരുന്നാലും മാത്യൂസ് ക്യൂനി ആയിരുന്നാലും ഗോൾ അടിക്കാനും അടിപ്പിക്കാനും ഒരുപോലെ കഴിവുള്ള താരങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡർ, ഒരു ഹോൾഡ് മിഡ്ഫീൽഡർ ആയിട്ടും ഒരു താരത്തിനെ കൂടെ സൈൻ ചെയ്യണം. കാസിംബായും ബ്രൂണോ ഫെർണാണ്ടസും ഉണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് പറയുകയാണെങ്കിൽ അൽ ഹിലാൽ 200 മില്യൺ അടുപ്പിച്ചുള്ള ഒരു പാക്കേജ്, ഹ്യൂജ് വാജ് പാക്കേജാണ് അവർ നൽകിയത്. പക്ഷെ അതിനൊക്കെ നിരസിച്ചുകൊണ്ടാണ് ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തുടരണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ആംറോമിന് അദ്ദേഹത്തിന് സെയിൽ ചെയ്യാൻ യാതൊരു വിധമായ ഒരു താല്പര്യവുമില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ക്യാപ്റ്റനായിട്ട് അപ്പൊ ബ്രൂണോ ഫെർണാണ്ടസ് അടുത്ത സീസണിൽ തുടരും. ഒരു വലിയൊരു പാക്കേജാണ് അദ്ദേഹം നിരസിച്ചത്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിനോടുള്ള ഒരു സ്നേഹം മാത്രം തന്നെ അവിടെ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡർ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യണം. അപ്പം എല്ലാ പൊസിഷനിലും എന്തായാലും ഒരു റീബിൽഡ് വരുത്തും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതുപോലെ തന്നെ ഒരു ഡിഫൻഡറെയും അവർ നോട്ടമിട്ടിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ സ്ട്രൈക്കർ റോളിൽ ഒരു താരം എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ മാറ്റി അവർ സൈൻ ചെയ്യും. അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരത്തെ നോട്ടമിട്ട ഒരു താരമാണ് ലിയാം ഡിലാപ്പ്. ഇപ്പം യുണൈറ്റഡിനെ നിരസിച്ചുകൊണ്ട് ചെൽസിക്ക് വേണ്ടിയാണ് സൈൻ ചെയ്യുന്നത് 30 മില്യൺ യൂറോസിന്. അപ്പൊ ചെൽസി യൂറോപ്യൻ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ചെൽസി അദ്ദേഹം തിരഞ്ഞെടുത്തത്. അപ്പൊ എന്തായാലും അടുത്ത വമ്പൻ പേരുകളാണ് ആ യുണൈറ്റഡിന്റെ ആ ഒരു സ്ട്രൈക്കർ പ്രയോറിറ്റിയിൽ കേൾക്കുന്നത്. ഒന്ന് വിക്ടർ ഒസമേൻ, അതുപോലെ തന്നെ മറ്റൊന്ന് ഗൊയ്ക്രസിന്റെ പേരാണ്. അപ്പൊ നേരത്തെ ഡിലാപ്പാണ് നോട്ടമിട്ടിരുന്നത്. അപ്പൊ എന്തായാലും ഈ 2 പേരുകളും
ഹെവി പ്രൈസ് ടാഗ് വരുന്ന പേരുകളാണ്. എന്തായാലും ഒരു അറൗണ്ട് 70 മില്യൺ യൂറോസ് ഒക്കെ അടുപ്പിച്ച് വരുന്ന പേരുകളാണ്. അപ്പം ഒരു സ്ട്രൈക്കറിനെ കൂടെ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കോച്ച് ആമറിം പ്ലേയേഴ്സിനോടൊപ്പം കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഏർപ്പെട്ട കുറെ വിവരങ്ങൾ നമ്മൾ കേട്ടതാണ് പരസ്യമായിട്ട്. ഇപ്പം ഗർനാച്ചോയുടെ ഒപ്പമായിരുന്നാലും റാഷ്ഫോർഡിനൊപ്പം ആയിരുന്നാലും തർക്കങ്ങളിലൊക്കെ വന്ന ന്യൂസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റ രീതിയിലേക്കും കുറച്ച് ചേഞ്ചസുകൾ വരുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ നോക്കിയാൽ ബാർസലോണയുടെ കോച്ച് ഫ്ലിക്ക്, അതുപോലെ തന്നെ PSG കോച്ച് ലൂച്ചോ, ആ പ്ലേയേഴ്സിന് ആവശ്യമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു കെമിസ്ട്രി അവർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് പ്ലേയേഴ്സിനും കോച്ചിനോടെയും അതുപോലെ ഒരു സമീപനം എന്തായാലും ആമറിം പ്ലേയേഴ്സിനോട് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എപ്പോഴും കർക്കശക്കാരനാവും ആവശ്യമുള്ള സമയത്തിന്, അല്ലാതെ ഒരു ദേഷ്യപ്പെട്ടിട്ടോ പ്ലേയേഴ്സിനുള്ള ആ ഒരു കളിയിലോടുള്ള അത് ടീമിനോടുള്ള കോച്ചിനോടുള്ള ആ ഒരു കെമിസ്ട്രിയിൽ നിന്ന് ഒരു വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം കോച്ചിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലേയേഴ്സിനെ വാർത്തെടുക്കാനുള്ള ഒരു കടമ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് ആമറിമിന്റെ ഒരു കടമയാണ്. അപ്പം എപ്പോഴും ഒരുപോലെ വാശി പിടിച്ചിട്ട് കാര്യമില്ല, കുറച്ച് അലിവൊക്കെ വരുത്താമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ആ ഒരു ചേഞ്ചസുകൾ എന്തായാലും അടുത്ത സീസണിന് വേണ്ടി കോച്ചും ആമറിം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിലെ ഒരു എതിരാളി തന്നെയായിരുന്നാൽ പോലും ആ ഒരു പഴയ ഒരു പ്രതാപകാലം വീണ്ടെടുക്കണമെന്നാണ് ഒരു ഫുട്ബോൾ സ്നേഹി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ കാണുന്നതാണ് AC മിലാൻ പോലത്തെ ഒരു ടീം പഴയ കാലത്ത് വമ്പന്മാരാണ്, ഇപ്പൊ പല്ല് കൊഴിഞ്ഞ സിംഹങ്ങളെ പോലെയാണ് AC മിലാന്റെ ഒരു അവസ്ഥ. അതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് ശ്രമിക്കണം. അപ്പം എന്തായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വാഡ് ബിൽഡപ്പിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ യുണൈറ്റഡ് നോക്കി കാണുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നമസ്കാരം.